മറ്റ് മരങ്ങളെ പോലെ ദൂരേക്ക് വളർന്നു പോയി പോഷകങ്ങളോ മൂലകങ്ങളോ ഒന്നും വലിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ തെങ്ങിനുള്ള ഒരു പ്രത്യേകത, അവയ്ക്കുള്ള ഈ നാരുവേരുകൾ, തെങ്ങിന് ഒരിക്കലും തായ്വേര് അല്ലെങ്കിൽ മരങ്ങൾക്കുള്ളതുപോലെ നേരെ താഴോട്ട് പോകുന്ന ഒരു വേര് ഇല്ല. പകരം ഇങ്ങനെയുള്ള നാരുവേരുകളാണ് തെങ്ങിനുള്ളത്. ആ നാരുവേരുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിശക്തമായ കാറ്റിനെയും പേമാരിയൊക്കെ അതിജീവിക്കാൻ തക്കോണം തെങ്ങിന് സാധിക്കുന്നുണ്ട്. അത് തെങ്ങിൻ്റെ കൽപ്പവൃക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ തെങ്ങിനങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ പനവർഗത്തിൽപ്പെട്ട ഈ കൽപ്പവൃക്ഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. എത്ര കാറ്റടിച്ചാലും ഇവയുടെ ഈ നാരുവേരുകൾ വളരെ പിടിച്ചു നിൽക്കും. അവ ഇങ്ങനെ വളഞ്ഞു വന്നാലും കാറ്റിനൊപ്പം വളഞ്ഞിട്ട് അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ തക്കോണം ഇടയാകും. നമുക്കറിയാം, നമ്മുടെ ഇവിടെയുള്ള പല മരങ്ങളുമൊക്കെ ഈ മഴക്കാലത്തുമൊക്കെ എത്രയോ വൻ മരങ്ങളാണ് വേര് പതിച്ച് വീഴുന്നത് അല്ലേ. അവയ്ക്ക് കാറ്റിനൊപ്പം വളഞ്ഞിട്ട് പഴയ അവസ്ഥയിലേക്ക് വരാനുള്ളൊരു ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി, വഴക്കം എന്നതിനെ പറയും. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആ മരങ്ങളെല്ലാം ചുവടെ വേരടക്കം പിടർന്നു പോകാൻ തക്കോണം ഇടയാകുന്നത്. പക്ഷെ തെങ്ങെന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന് അങ്ങനെ ഒരു കഴിവില്ല. തെങ്ങ് ഒരു പക്ഷെ ഇങ്ങനെ ആടി കാറ്റത്ത് ഇങ്ങനെ ആടി ഒലയുമ്പോൾ നമുക്ക് കാണുമ്പോൾ പേടി വരും. പ്രത്യേകിച്ച് നമ്മുടെ വീടിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന തെങ്ങാണെങ്കിൽ നമ്മൾ വളരെയധികം ഭയക്കും. അയ്യോ, ഈ തെങ്ങ് അടുത്ത കാറ്റിന് ഇത് ഒടിഞ്ഞ് നമ്മുടെ പെരപ്പുറത്ത് വീഴുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി നമുക്ക് വരും. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇവയുടെ വേര് അതുപോലെ നാരുവേര്